അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന വ മൗലാന മുഹമ്മദ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് സുലൈമാൻ നബിയുടെ കത്ത് രാജാവിൻ്റെ അടുത്തെത്തി എന്നുള്ളത് വരെയാണ് പറഞ്ഞത്. രാജ്ഞിയുടെ അടുത്തെത്തി, എന്നിട്ട് രാജ്ഞി തൻ്റെ കത്തുമായിട്ട് തൻ്റെ പ്രധാനികളായ ആളുകളോട് കൂടി ആലോചിക്കുകയാണ്. അങ്ങനെ എന്ത് ചെയ്തു? ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്നും അതുപോലെ തന്നെ മുസ്ലിമായി വരാനുള്ള കൽപ്പനയുണ്ടെന്നൊക്കെ ഈ കത്തിലുള്ളത് ഈ രാജ്ഞി തൻ്റെ പ്രധാനികൾ ആളുകളോട് പറഞ്ഞു. എന്നിട്ട് അവിടുന്ന് പറയാണ്, കാലത്ത് ആ രാജ്ഞി പറഞ്ഞു, യാ അയ്യുഹൽ മലൗ അഫ്തൂനി ഫി അംരി മാ കുന്തു ഖാതിഅതൻ അംറൻ ഹത്താ തഷ്ഹദൂൻ. യാ അയ്യുഹൽ മലൗ, എൻ്റെ പ്രധാനികളായ ആളുകളെ, അഫ്തൂനി, എനിക്ക് നിങ്ങൾ ഉപദേശം നൽകണം. അഫ്തൂനി, എനിക്ക് നിങ്ങൾ ഉപദേശം നൽകൂ. ഫി അംരി, എൻ്റെ കാര്യത്തിൽ നിങ്ങളൊരു ഉപദേശം നൽകണം. മാ കുന്തു ഖാതിഅതൻ അംറൻ, മാ കുന്തു ഖാതിഅതൻ അംറൻ, ഞാൻ ഒരു കാര്യവും, മാ കുന്തു ഞാനല്ല, ഖാതിഅതൻ അംറൻ, ഒരു കാര്യവും എന്താ പറയുക, ഖണ്ഡിതമായി തീരുമാനിക്കാറില്ല എന്നർത്ഥം, ഉറപ്പിച്ച് തീരുമാനിക്കുക എന്നർത്ഥം ഖാതിഅതൻ എന്നുള്ളത് കേട്ടോ. അപ്പോൾ മാ കുന്തു ഖാതിഅതൻ അംറൻ, ഒരു കാര്യത്തെയും ഞാൻ സ്ട്രോങ് ആക്കിയിട്ട് ഖണ്ഡിതമായിട്ട് ഒരു ഉറപ്പായിട്ട് ഞാൻ തീരുമാനിക്കാറില്ല. ഹത്താ തഷ്ഹദൂൻ, എൻ്റെ അടുത്ത് നിങ്ങൾ എൻ്റെ അടുത്ത് വരുന്നത് വരെ, വരെ എന്നർത്ഥം, തഷ്ഹദൂൻ, നിങ്ങൾ എൻ്റെ അടുത്ത് വരുന്നത് വരെ. അപ്പം നിങ്ങളടുത്ത് ചർച്ച ചെയ്തതിന് ശേഷമായിട്ടാണ് ഞാൻ എല്ലാ കാര്യവും തീരുമാനിക്കാറുള്ളത്. അതുകൊണ്ട് ഈ കാര്യത്തിൽ നിങ്ങൾ എനിക്ക് ഉപദേശം നൽകുക. അപ്പോൾ ഇത് പറഞ്ഞപ്പോൾ പ്രധാനികളായ ആളുകൾ എന്ത് പറഞ്ഞു? ഖാലൂ, അവർ പറഞ്ഞു, നഹ്നു ഉലു ഖുവ്വത്തിൻ വ ഉലു ബഅസിൻ ശദീദ് വൽ അംറു ഇലൈക ഫൻദിരി മാദാ തഅ്മുരീൻ. പ്രധാനികളായ ആളുകൾ പറയുകയാണ്, നഹ്നു ഉലു ഖുവ്വത്തിൻ, നമ്മൾ നല്ല ശക്തിയുള്ള ആളുകളാണ്. ഉലു ഖുവ്വത്തിൻ വ ഉലു ബഅസിൻ ശദീദ, നല്ല ഉലു ഖുവ്വത്തിൻ വ ഉലു ബഅസിൻ ശദീദ, നല്ല ആക്രമണശേഷി, ബഅസ് പറഞ്ഞാൽ അക്രമം എന്നർത്ഥം, ശദീദ ശക്തമായ ആക്രമണശേഷിയുള്ള ആളുകളുമാണ് നമ്മൾ. അതുകൊണ്ട് വൽ അംറു ഇലൈക, ആജ്ഞാധികാരം നിങ്ങൾക്കുള്ളത് മാത്രമാണ്, നിങ്ങളാണ് ആജ്ഞാപിക്കേണ്ടത്, അത് നിങ്ങളാണ് കൽപ്പിക്കേണ്ടത്. അതുകൊണ്ട് ഫൻദുരി മാദാ തഅ്മുരീൻ, നിങ്ങളെന്താണ് കൽപ്പിക്കുന്നത്, അതുകൊണ്ട് നിങ്ങൾ എന്താണ് കൽപ്പിക്കേണ്ടതെന്ന് നിങ്ങൾ തന്നെ ചിന്തിക്കുക. ഫൻദുരി, രാജാവെ നിങ്ങൾ തന്നെ തീരുമാനിക്കുക, നിങ്ങൾ തന്നെ ചിന്തിക്കുക. മാദാ തഅ്മുരീൻ, നിങ്ങൾ എന്താണ് കൽപ്പിക്കേണ്ടത് നിങ്ങൾ ചിന്തിക്കണമെന്ന് അവർ പ്രധാനികൾ രാജാവിനോട് പറഞ്ഞു. നിങ്ങൾ യുദ്ധത്തിന് ഓർഡർ എടുക്കുകയാണെങ്കിൽ നമ്മൾ യുദ്ധത്തിന് തയ്യാറാണ്, അത് നിങ്ങൾ മറ്റെന്തെങ്കിലും പറയുകയാണെങ്കിൽ അതിനും നമ്മൾ തയ്യാറാണ്. നിങ്ങളാണ് കൽപ്പിക്കാൻ, നിങ്ങൾക്കാണ് അർഹതയുള്ളത്, നിങ്ങൾക്ക് കൽപ്പിക്കാം എന്ന് പറഞ്ഞു അവർ. ഇവരെ രാജാവിന് എന്ത് ചെയ്യണം? അവർ യുദ്ധത്തിനെ പ്രോത്സാഹിപ്പിക്കുകയാണ്. പക്ഷേ രാജ്ഞിയായ ബിൽക്കീസ് രാജ്ഞി പറഞ്ഞു, ഖാലത്ത് ഇന്നൽ മുലൂക ഇദാ ദഖലു ഖർയതൻ അഫ്സദൂഹ വജഅലു അഇസ്സത അഹ്ലിഹ അദില്ല വകദാലിക യഫ്അലൂൻ. ഖാലത്ത്, ആ രാജ്ഞി പറഞ്ഞു, ഇന്നൽ മുലൂക ഇദാ ദഖലു ഖർയതൻ, രാജാക്കന്മാർ ഒരു നാട്ടിൽ പ്രവേശിച്ചാൽ, ഇദാ ദഖലു ഖർയതൻ, ഒരു നാട്ടിൽ അവർ പ്രവേശിച്ചാൽ, അഫ്സദൂഹ, അവിടെ നശിപ്പിക്കും. അഫ്സദു, ആ രാജാക്കന്മാർ അവിടെ നശിപ്പിക്കും. വജഅലു അഇസ്സത അഹ്ലിഹ, അവിടുത്തെ പ്രതാപശാലികളെ ആ രാജാവ് ആക്കും. ജഅലു, ആ രാജാവാക്കും. അഇസ്സത അഹ്ലിഹ, ആ രാജ്യത്തിലുള്ള പ്രധാനപ്പെട്ട പ്രതാപശാലികൾ, ഐസ്സത്ത് പ്രതാപമുള്ളവർ, പ്രതാപശാലികളെ അവരാക്കും. അതില്ലത്തൻ, നിന്നരാക്കി മാറ്റും. വകദാലിക യഫ്അലൂൻ, അങ്ങനെയാണ് ഇവരും ചെയ്യുക എന്ന് രാജ്ഞി പറഞ്ഞു എന്നർത്ഥം. സുലൈമാൻ നബിയും ഇതുപോലെ തന്നെ ഒരു രാജ്യത്തിലേക്ക് വരുമ്പോൾ ആ രാജ്യത്തെ പ്രതാപശാലികളായ ആളുകളുടെ പ്രതാപം ഇല്ലാതെയായി പോകും എന്ന് രാജ്ഞി അവരോട് പറഞ്ഞു. അതുകൊണ്ട് വഇന്നീ മുർസിലത്തുൻ ഇലൈഹിം ബിഹദിയ്യ, വഇന്നീ മുർസിലത്തുൻ ഇലൈഹിം ബിഹദിയ്യത്തിൻ, ഞാൻ സമ്മാനങ്ങളുമായിട്ട് പാരിതോഷികങ്ങളുമായിട്ട് അവരിലേക്ക് ഞാൻ അയക്കുന്നതാണ്, ഞാൻ കൊടുത്തയക്കുന്നുണ്ട്. ഇന്നീ മുർസിലത്തുൻ, ഞാൻ അയക്കുന്നവളാണ് എന്നർത്ഥം. എന്ത്? ഇലൈഹിം, അവരിലേക്ക് എന്ന് പറഞ്ഞാൽ സുലൈമാൻ നബിയിലേക്ക്, ബിഹദിയ്യത്തിൻ, ഒരുപാട് സമ്മാനങ്ങൾ, പാരിതോഷികങ്ങൾ ഞാൻ അയക്കുന്നവളാണ് നമ്മൾ. ഫനളിറത്തുൻ ബിമ യർജിഉൽ മുർസലൂൻ, ബിമ യർജിഉൽ മുർസലൂൻ, ദൂതന്മാർ, നമ്മൾ അയച്ച ആ ദൂതന്മാർ എന്ത് മറുപടിയായിട്ടാണ് തിരിച്ചു വരുന്നതെന്ന് നോക്കുകയും ചെയ്യാം. ഫനളിറത്തു, നമുക്ക് നോക്കാമെന്നർത്ഥം. എന്നിട്ട് നമുക്കൊന്ന് പ്രതീക്ഷിച്ചിരിക്കാം. പിന്നെ നമ്മുടെ പ്രതീക്ഷയാണ് ബിമ യർജിഉൽ മുർസലൂൻ, എന്ന് ആ സമ്മാനങ്ങൾ കൊടുത്തയച്ചാൽ
തിരിച്ചു വരുന്ന ദൂതന്മാർ എന്തുമായിട്ടാണ് തിരിച്ചു വരുന്നത് നമുക്ക് നോക്കാമെന്ന് രാജ്ഞി തൻ്റെ പ്രധാനികളായ ആളുകളോട് പറഞ്ഞു. അങ്ങനെ ഫലമ്മാജ സുലൈമാൻ, അങ്ങനെ ഈ ദൂതൻ സമ്മാനങ്ങളുമായിട്ട് ദൂതൻ സുലൈമാൻ നബിയുടെ അടുത്തെത്തിയപ്പോൾ സുലൈമാൻ നബി അവിടെ നിന്ന് ചോദിച്ചു. സുലൈമാൻ നബി പറഞ്ഞു, അതുമിദ്ദൂനനി ബിമാലിൻ, നിങ്ങൾ പണം കൊണ്ട്, ബിമാലിൻ സമ്പത്തുമായിട്ട് നിങ്ങൾ എന്നെ സഹായിക്കാനാണോ? നിങ്ങൾ പണം കൊണ്ട് എന്നെ സഹായിക്കാനാണോ? ഫമാ ആതാനിയല്ലാഹു ഖൈറും മിമ്മാ ആതാക്കും, എന്നാൽ അള്ളാഹു എനിക്ക് നൽകിയത്, ഫമാ ആതാനി അള്ളാഹു, അള്ളാഹു എനിക്ക് നൽകിയിട്ടുള്ളതാണ്, ഖൈറുൻ ഉത്തമമായത്, മിമ്മാ ആതാക്കും, അള്ളാഹു എനിക്ക് നൽകിയിട്ടുള്ളതാണ് നിങ്ങൾക്ക് നൽകിയതിനേക്കാൾ ഉത്തമമായത്. ബൽ അൻതും ബിഹദിയത്തിക്കും തഫ്രഹൂൻ, പക്ഷെ നിങ്ങൾ നിങ്ങളുടെ പാരിതോഷികം കൊണ്ട് സന്തോഷിക്കുന്നു. ബൽ അൻതും, പക്ഷെ നിങ്ങൾ ബിഹദിയത്തിക്കും നിങ്ങൾക്കുള്ള സമ്മാനങ്ങൾ കൊണ്ട്, പാരിതോഷികങ്ങൾ കൊണ്ട് നിങ്ങൾ സന്തോഷിക്കുന്നു. തഫ്രഹൂന, നിങ്ങൾ സന്തോഷിക്കുന്നു എന്ന് രാജാവ് സുലൈമാൻ നബി അലൈഹിസ്സലാം ബിൽക്കീസ് രാജ്ഞിയുടെ ദൂതനോട് പറഞ്ഞു. ഇർജി ഇലൈഹിം, നീ അവരുടെ അടുത്തേക്ക് തന്നെ മടങ്ങിപ്പോവുക. നിന്നെ പറഞ്ഞയച്ച ആളുകളുണ്ടല്ലോ, ഇർജി ഇലൈഹിം, അവരിലേക്ക് തന്നെ നീ മടങ്ങിപ്പോവുക. ഫലനഅ്തിയന്നഹും ബിജുനൂദിൻ, തങ്ങൾക്ക് നേരിടാൻ കഴിയാത്ത എന്നർത്ഥം. അതായത് ബിജുനൂദിൻ ലാ ഖിബല ലഹും എന്നർത്ഥം. അവർക്ക് നേരിടാൻ കഴിയാത്ത, ഖിബല എന്ന ശക്തി എന്നർത്ഥം. അവർക്ക് നേരിടാൻ കഴിയാത്ത സൈന്യവുമായി, സൈന്യവുമായിട്ട് നാം അവരുടെ അടുത്തേക്ക് പോവുക തന്നെ ചെയ്യും. ഫലനഅ്തിയന്നഹും, നമ്മൾ പോവുക തന്നെ ചെയ്യും, അവരുടെ അടുത്തേക്ക് നമ്മൾ പോവുക തന്നെ ചെയ്യും. ബിജുനൂദിൻ, ഒരു സൈന്യവുമായിട്ട്, ലാ ഖിബല ലഹ, തടുക്കാൻ കഴിയാത്ത ഒരു ശക്തിക്കും തകർക്കാൻ കഴിയാത്ത ശക്തിയുമായിട്ട്, ഒരു സൈന്യവുമായിട്ട് നാം അവരുടെ അടുത്തേക്ക് പോവുക തന്നെ ചെയ്യും. വലനഖ്രിജന്നഹും മിൻഹാ, ആ നാട്ടിൽ നിന്ന് അവരെ നമ്മൾ പുറത്താക്കും. അതില്ലതൻ വഹും സ്വാഗിറൂൻ, നിസാരരായിക്കൊണ്ട്, നിന്നരായിക്കൊണ്ട്. സ്വാഗിറിനർത്ഥം അതില്ലത്തിൻ്റെ ഒരർത്ഥം, നിന്നരും നിസാരന്മാരും ആയിക്കൊണ്ട് അവരെ നാം അവിടെ നിന്ന് പുറത്താക്കുക തന്നെ ചെയ്യും. വലനഖ്രിജന്നഹും, നമ്മൾ പുറത്താക്കുക തന്നെ ചെയ്യും. മിൻഹ, ആ നാട്ടിൽ നിന്നും. അതില്ലതൻ, നിന്നരായിട്ടും, വഹും സ്വാഗിറൂൻ, അവർ നിസാരന്മാരായിട്ടും നിന്നരായിട്ടും അവരിൽ നിന്ന് നമ്മൾ പുറത്താക്കുക തന്നെ ചെയ്യും എന്ന് നിങ്ങൾ പറയുക എന്ന് ആ ദൂതനോട് സുലൈമാൻ നബി പറഞ്ഞു. വഖാല യാ അയ്യുഹൽ മലഅ്, അങ്ങനെ അദ്ദേഹം ചോദിച്ചു, യാ അയ്യുഹൽ മലഅ്, പ്രധാനികളെ, അയ്യുക്കും യഅ്തീനി ബിഅർശിഹ. അങ്ങനെ എന്ത് ചെയ്തു? ആ ദൂതൻ തിരിച്ചു പോയി രാജ്ഞിയുടെ അടുത്തെത്തി. രാജ്ഞി സുലൈമാൻ നബിയുടെ അടുത്തേക്ക് വരികയാണ്. ഈ വിവരം സുലൈമാൻ നബിക്ക് കിട്ടിയപ്പോൾ സുലൈമാൻ നബി ഒരുപാട് മുഅ്ജിസത്തുകൾ, അള്ളാഹു തന്ന മുഅ്ജിസത്തുകൾ കാണിച്ചു കൊടുക്കാൻ ഉദ്ദേശിച്ചു. അതിൻ്റെ ഭാഗമായിട്ട് അവരുടെ സിംഹാസനം, അവിടെയുള്ള സിംഹാസനം രാജ്ഞിയുടെ എത്തുന്നതിന് മുമ്പായിട്ട് ഇവിടെ എത്തിക്കാൻ വേണ്ടി തൻ്റെ ആളുകളോട്, തൻ്റെ പ്രധാനികളോട് സുലൈമാൻ നബി കൂടിയാലോചിക്കുക. യാ അയ്യുഹൽ മലഅ്, എൻ്റെ പ്രധാനികളെ, അയ്യുക്കും നിങ്ങൾ, യഅ്തീനി അയ്യുക്കും നിങ്ങളിൽ ആരാണ്, അയ്യുക്കും നിങ്ങളിൽ ആരാണ്, യഅ്തീനി എനിക്ക് കൊണ്ടുവരിക, ബിഅർശിഹ ആ രാജ്ഞിയുടെ കൊട്ടാരം എനിക്ക് കൊണ്ടുവരിക, ഖബ്ല അൻ യഅ്തൂനി മുസ്ലിമീൻ, ആ രാജ്ഞിയുടെ സമുദായം എൻ്റെ അടുത്ത് മുസ്ലിമായി വരുന്നതിന് മുമ്പായിട്ട് ആരാണ് ആ സിംഹാസനവുമായിട്ട് എൻ്റെ അടുത്ത് വരിക എന്ന് സുലൈമാൻ നബി തൻ്റെ ജനതയോട് ചോദിച്ചു, തൻ്റെ പ്രധാനികളോട് ചോദിച്ചു. അപ്പോൾ ഖാല ഇഫ്രീത്തും മിനൽ ജിന്ന്, ജിന്നുകളിൽപ്പെട്ട ഒരു ശക്തൻ, മല്ലൻ എന്നർത്ഥം. ഇഫ്രീത്തും മിനൽ ജിന്ന്, ജിന്നുകളിൽപ്പെട്ട ഒരു ശക്തിയുള്ള ഒരാൾ പറഞ്ഞു, അന ആതീഖ്, ഞാൻ കൊണ്ടുവരാം, ഖബ്ല അൻ തഖൂമ മിൻ മഖാമിക, അങ്ങയുടെ സ്ഥാനത്ത് നിന്ന് അങ്ങേ എണീക്കുന്നതിന് മുമ്പായിട്ട്, അന ആതീക ബിഹി ഖബ്ല അൻ തഖൂമ മഖാമക, നിങ്ങൾ നിങ്ങളുടെ സ്ഥാനത്ത് നിന്ന് എണീക്കുന്നതിന് മുമ്പായിട്ട്, നിങ്ങൾ ഇരിക്കുന്ന ഇരിപ്പിടത്തിൽ നിന്ന് നിങ്ങൾ എണീക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ കൊണ്ടുവരാമെന്ന് പറഞ്ഞു. വ ഇന്നി അലൈഹി ലഖവിയ്യുൻ അലീം, ഇന്നി അലൈഹി ലഖവിയ്യുൻ അമീൻ, ഞാൻ കൊണ്ടുവരാം. വ ഇന്നി, ഞാൻ, അലൈഹി അതിനേക്ക്, അങ്ങനെ കൊണ്ടുവരാൻ, ലഖവിയ്യുൻ ശക്തനാണ്, അമീനുൻ വിശ്വസ്തനുമാണ്. അങ്ങനെ ആ സിംഹാസനം കൊണ്ടുവരാൻ ഞാൻ വിശ്വസ്തനും ശക്തവാനുമാണ് എന്ന് പറഞ്ഞു. കാലല്ലതി ഇൻദഹു, അപ്പോൾ ഒരുപാട് ആളുകൾ ഇങ്ങനെ പറയാണ്. അപ്പോൾ അതിൽ നിന്നും കാല ഇൻദഹു ഇൽമും മിനൽ കിതാബ്, ഗ്രന്ഥങ്ങളിലൊക്കെ അറിവുള്ള ഒരാൾ പറഞ്ഞു. ആസഫുൻ ബർഖിയ എന്ന മഹാനല്ലേ, ഗ്രന്ഥങ്ങളിലൊക്കെ ഒരുപാട് അറിവുള്ള ഒരാൾ പറഞ്ഞു,
ഇൽമു മിനൽ കിതാബി അന ആതിക ബിഹി, ഞാൻ കൊണ്ടുവരാം. അന ആതിക ബിഹി, ഞാൻ കൊണ്ടുവരാം. ഖബല അൻ യർതദ്ദ ഇലൈക ത്വർഫുക, അങ്ങയുടെ കണ്ണ് വെട്ടുന്നതിന് മുമ്പായിട്ട്. അന ആതിക ബിഹി ഖബല അൻ യർതദ്ദ ഇലൈക ത്വർഫുക, നിങ്ങളുടെ കണ്ണടക്കുന്നതിന് മുമ്പായിട്ട് എന്നർത്ഥം. കണ്ണ് വെട്ടിക്കുന്നതിന് മുമ്പായി ഞാൻ അങ്ങയുടെ അടുത്ത് കൊണ്ടുവരാം, ഉടനെ അത് എത്തിച്ചേരുമെന്നർത്ഥം. മറ്റാൾ പറഞ്ഞത് ഇഫ്രീത്ത് മിനൽ ജിൻ എന്ന് പറഞ്ഞത്, ജിന്നിൽപ്പെട്ട പ്രധാനി പറഞ്ഞത് നിങ്ങൾ എണീക്കുന്നതിന് മുമ്പായിട്ട്. എന്നാൽ അതിനേക്കാളും വേഗത്തിൽ ഒരു വലിയൊരു മഹാൻ അവിടുന്ന് പറയുകയാണ്, നിങ്ങളുടെ കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ കൊണ്ടുവരാം. അങ്ങനെ ഫലമ്മാ റആഹു മുസ്തഖിറൻ ഇൻദ, അങ്ങനെ അത് സുലൈമാൻ നബിയുടെ അങ്ങനെ എന്ത് ചെയ്തു, അങ്ങനെ കൊണ്ടുവന്നു. അങ്ങനെ ഫലമ്മാ റആഹു, അങ്ങനെ അത് മുസ്തഖിറൻ, സിംഹാസനം സ്ഥിതി ചെയ്യുന്നതായി കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു അല്ലേ, ഫലമ്മാ റആഹു, അദ്ദേഹം കണ്ടപ്പോൾ, മുസ്തഖിറൻ ഇൻദഹു, തൻ്റെ അടുത്ത് ആ സിംഹാസനം ഇരിക്കുന്നതായി കണ്ടപ്പോൾ, ഖാൽ പറഞ്ഞു, സുലൈമാൻ പറഞ്ഞു, ഹാദാ മിൻ ഫദ്ലി റബ്ബി, ഹാദാ മിൻ ഫദ്ലി റബ്ബി, ഇതെൻ്റെ റബ്ബിൻ്റെ ഔദാര്യമാണ്, എൻ്റെ നാഥൻ്റെ അനുഗ്രഹങ്ങൾപ്പെട്ടതാണ്. ലിയബ്ലുവനി, എന്നെ പരീക്ഷിക്കാൻ വേണ്ടി. അഷ്കുറ, ഞാൻ നന്ദി ചെയ്യണോ അതല്ല അമക്ഫുറ, ഞാൻ നന്ദി കേട് ചെയ്യണോ എന്ന് പരീക്ഷിക്കാൻ വേണ്ടി ഞാൻ കൊണ്ടുവന്ന അള്ളാഹുവിൻ്റെ അനുഗ്രഹമായിട്ട് എനിക്ക് നൽകിയതാണ്. ഒമൻ ഷക്കറ, ആരെങ്കിലും നന്ദി ചെയ്യുകയാണെങ്കിൽ, അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾക്ക് ആരെങ്കിലും നന്ദി ചെയ്യുകയാണെങ്കിൽ, ഫൈന്നമാ യഷ്കുറു ലിനഫ്സി, അവൻ സ്വശരീരത്തിന് തന്നെയാണ് നന്ദി പറഞ്ഞിരിക്കുന്നത്, തനിക്ക് വേണ്ടി തന്നെയാണ് അവൻ നന്ദി പറഞ്ഞിരിക്കുന്നത്. ഒമൻ ഗഫറ, ആരെങ്കിലും നന്ദി കേട് കാണിക്കുകയാണെങ്കിലോ, ഫഇന്ന റബ്ബി ഗനിയ്യുൻ കരീം, എൻ്റെ റബ്ബ് സ്വയം പര്യാപ്തനും ഉത്കൃഷ്ടനുമാണ്. ആരെങ്കിലും അള്ളാഹു കൊടുത്ത അനുഗ്രഹത്തിന് നന്ദി കേട് ചെയ്തില്ല എന്ന് കരുതി അവനെ ശിക്ഷിക്കണമെന്നില്ല. പക്ഷെ റബ്ബ് എന്താണ്, ഉത്കൃഷ്ടനും പര്യാപ്തനുമാണ്, ആരെയും ആവശ്യമില്ലാത്തവരാണ് അള്ളാഹു. അങ്ങനത്തെ അള്ളാഹുവിനൊക്കെ ഒരു പ്രശ്നമില്ല. ചിലപ്പോൾ ശിക്ഷിക്കാം, ചിലപ്പോൾ ശിക്ഷിക്കാതിരിക്കാം, അവൻ ചെയ്ത അനുഗ്രഹങ്ങൾക്ക് നന്ദി ചെയ്തില്ല എങ്കിൽ. അപ്പോൾ അതൊരു സാഹചര്യം. അങ്ങനെ അത് കൂട്ടത്തിൽ പറഞ്ഞതാണ്, നന്ദിയെ പറ്റി പറഞ്ഞപ്പോൾ അവിടെ പറഞ്ഞു എന്ന് മാത്രം. അങ്ങനെ അടുത്ത സാഹചര്യം, രാജാവ് സുലൈമാൻ രാജാവിൻ്റെ അടുത്ത് ആ കൊട്ടാരമെത്തി, സിംഹാസനമെത്തി. അവൻ സുലൈമാൻ നബി മറ്റൊരു വിജയത്ത് കാണിച്ചു കൊടുക്കുകയാണ്. വനക്കിറൂ ലഹ അർഷഹ തൻളുർ അതഹ്തദി അം തകൂന മിനല്ലദീന ലാ യഹ്തദൂൻ. സുലൈമാൻ നബി ഇവിടുന്ന് പറഞ്ഞു, എന്ത്, നക്കിറൂ ലഹ അർഷഹ, നക്കിറൂലഹ, ആ രാജ്ഞിക്ക് വേണ്ടി നിങ്ങൾ രൂപവ്യത്യാസം വരുത്തണം. അർഷഹ, രാജ്ഞിയുടെ സിംഹാസനം നിങ്ങൾ രൂപവ്യത്യാസം വരുത്തണം. എന്നിട്ട് നന്ദുറു, നമുക്ക് നോക്കാം, അതഹ്തദി, ആ രാജ്ഞിക്കത് മനസ്സിലാകുന്നുണ്ടോ, അം കുന്ത മിനല്ലദീന ലാ യഹ്തദൂൻ, അത് മനസ്സിലാക്കാത്ത ആളാണോ എന്ന് നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു. നിങ്ങളതിനെ രൂപവ്യത്യാസം വരുത്തുവീൻ. ആ രാജ്ഞി നേർമാർഗം സത്യത്തിൻ്റെ പാത പ്രാപിക്കുമോ, അതോ സത്യത്തിൻ്റെ പാത പറഞ്ഞാൽ ഇത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ, അതല്ല സത്യത്തിൻ്റെ പാത പ്രാപിക്കാൻ പറ്റാത്തവരിൽ പെടുമോ എന്നത് നമുക്ക് നോക്കാം. തൻ്റെ സിംഹാസനമാണെന്ന വസ്തുത ആ രാജ്ഞിക്ക് മനസ്സിലാകുമോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം എന്നർത്ഥം. അപ്പോൾ എന്ത് ചെയ്തു, ഫലമ്മാ ജാഅത്ത്, അങ്ങനെ രാജ്ഞി സുലൈമാൻ ഇവിടെ അടുത്ത് വിശ്വസിക്കാനായി വരികയാണ്. ഫലമ്മാ ജാഅത്ത്, ആ രാജ്ഞി വന്നപ്പോൾ, ഖീല, ആ രാജ്ഞിയോട് പറയപ്പെട്ടു, അഹാകദ അർഷുക്, ഇതുപോലെയാണോ നിങ്ങളുടെ സിംഹാസനം എന്ന് ചോദിക്കപ്പെട്ടു. അഹാകദ അർഷുക്, നിങ്ങളുടെ സിംഹാസനം ഇതുപോലെയാണോ? അപ്പോൾ കാലത്ത് അവൾ പറഞ്ഞു, കഅന്നഹു ഹുവ, ഇതുപോലെ തന്നെയുണ്ടെന്ന് രാജ്ഞി പറഞ്ഞു. വഊതീനൽ ഇൽമ മിൻ ഖബ്ലിഹാ വകുന്നാ മുസ്ലിമീൻ. ഊത്തീന, നമുക്ക് ഇൽമ നൽകപ്പെട്ടിരിക്കുന്നു, നമുക്കത് അറിയിക്കപ്പെട്ടിരിക്കുന്നു. മിൻ ഖബ്ലിഹ, ഇതിന് മുമ്പ് തന്നെ, അവൾക്ക് മുമ്പ് തന്നെ നമുക്ക് അറിവ് നൽകപ്പെട്ടിട്ടുണ്ട്. നാം വകുന്ന മുസ്ലിമീൻ, അതുകൊണ്ടാണല്ലോ വകുന്ന, നമ്മൾ മുസ്ലിങ്ങളാവും ചെയ്തിരിക്കുന്നത്. കഅന്നഹു ഹുവ, അതങ്ങനെ തന്നെയാണെന്ന് രാജ്ഞി പറഞ്ഞു. എന്നിട്ട് പരിശുദ്ധ ഖുർആൻ അല്ലാഹു പറയുക, വഊതീനൽ ഇൽമ ഔ മിൻ ഖബ്ലിഹ, അവൾക്ക് മുമ്പ് തന്നെ നമുക്ക് അതിനെക്കുറിച്ച് വിവരം നൽകപ്പെട്ടിട്ടുണ്ട്. വകുന്ന മുസ്ലിമീൻ, നമ്മൾ മുസ്ലിങ്ങളായതും നമ്മൾ മുസ്ലിമായും ചെയ്തിരിക്കുന്നുള്ളതിന് മുമ്പ് തന്നെ എന്ന് പറഞ്ഞു. പരിശുദ്ധ ഖുർആൻ പറയാം കേട്ടോ, വസദ്ദഹ മാ കാനത് തഅബുദു മിൻ ദൂനില്ലാഹി ഇന്നഹ കാനത് മിനൽ ഖൗമിൽ കാഫിരീൻ. വസദ്ദഹ, അങ്ങനെ ഇൽമ നൽകപ്പെട്ടിട്ടെങ്കിലും, അതായത് ഇങ്ങനെയാണെന്ന് ഇൽമ അള്ളാഹു തആല മുമ്പ് നൽകിയിട്ടുണ്ടെങ്കിലും, വസദ്ദഹ, പക്ഷേ അള്ളാഹു അതിനെ തടഞ്ഞു. വസദ്ദഹ മാ കാനത് തഅബുദു മിൻ ദൂനില്ലാഹ്, അള്ളാഹുവിന് പുറമെ അവർ ആരാധിച്ചിരുന്ന
അവൾ തടഞ്ഞതാണെന്നർത്ഥം. വസദ്ദഹ, അവളെ തടഞ്ഞിരിക്കുന്നു. മാകാനത്ത് തഅബുദു മിൻ ദൂനില്ലാഹ്, അല്ലാഹുവല്ലാതെ ആരാധിക്കുന്ന ഒരു വസ്തു അഥവാ ശൈത്താൻ അവരെ തടഞ്ഞതാണ്. ഇന്നഹ കാനത്ത് മിൻ ഖൗമിൽ കാഫിരീൻ, ഇന്നഹ തീർച്ചയായും ആ രാജ്ഞി കാനത്ത് മിൻ ഖൗമിൻ കാഫിരീൻ, നിഷാദികളായ ഒരു സമുദായത്തിൽ പെട്ട ആളാണ് എന്ന് പറയുകയാണ് പരിശുദ്ധ ഖുർആൻ. വഖീല ലഹാ, അവളോട് പറയപ്പെട്ടു, ആ രാജ്ഞിയോട് പറയപ്പെട്ടു, ഉദ്ഖുലി സ്വറഹ, നിങ്ങൾ കൊട്ടാരത്തിൽ പ്രവേശിച്ചു കൊള്ളുക. അങ്ങനെ ഫലമ്മാ റഅത്ഹു, ആ കൊട്ടാരം കണ്ടപ്പോൾ ഹസിബത്ഹു, ആ രാജ്ഞി അതിനെപ്പറ്റി വിചാരിച്ചു, ലുജ്ജതൻ, ഒരു ജലാശയമാണെന്ന് വിചാരിച്ചു എന്നർത്ഥം. ആയമുള്ളൊരു ജലാശയം, ലുജ്ജത്ത്, ലുജജ് എന്ന് പറയുന്നുണ്ട്. കടലിൻ്റെ ആയക്കടലുകളിലുള്ള ജലാശയങ്ങൾക്കാണ് ലുജ്ജത്ത് എന്ന് പറയുക. അപ്പോൾ ഒരു ആയമുള്ളൊരു ജലാശയമാണെന്ന് അവൾ ധരിച്ചു എന്ന് പറഞ്ഞാൽ രാജ്ഞി ധരിച്ചു എന്ന് പറഞ്ഞാൽ വിചാരിച്ചു എന്നർത്ഥം. ഓക്കെ. വകശഫത് അൻസാഖൈഹ, തൻ്റെ 2 കണങ്കാലുകളിൽ നിന്നും വസ്ത്രം പൊക്കി പിടിച്ചു. വകശഫത് അൻസാഖൈഹ, തൻ്റെ 2 കണങ്കാലുകളിൽ നിന്നും വസ്ത്രം പൊക്കി പിടിക്കുകയും ചെയ്തു. കാല, എന്നിട്ട് അങ്ങനെ ഇരിക്കുമ്പോൾ സുലൈമാൻ നബി അലൈഹി സ്വലാം അത് ഉണർത്തി കൊടുത്തിട്ട് പറഞ്ഞു, ഇന്നഹു സർഹുൻ മുമറദുൻ. കാല, സുലൈമാൻ നബി പറഞ്ഞു, ഇന്നഹു തീർച്ചയായും ഇത്, ഈ കൊട്ടാരം, സർഹുൻ, അതൊരു കൊട്ടാരമാണ്, മുമറദുൻ മിൻ ഖവാരീറ, പളുങ്കുകൊണ്ട് നിർമ്മിക്കപ്പെട്ട മിനുസമുള്ള കൊട്ടാരമാണ്. മുമറദുൻ ഉള്ളതാണ്, മിൻ ഖവാരീറ, പളുങ്കിനാൽ നിർമ്മിക്കപ്പെട്ട മിനുസമുള്ള കൊട്ടാരമാണിത്. കാലത്ത്, അതവസരത്തിൽ രാജ്ഞി പറഞ്ഞു, ഇന്നി ളലംതു നഫ്സി, ഞാൻ എൻ്റെ നഫ്സിനോട്, ഞാൻ എൻ്റെ സ്വയം ശരീരത്തോട് ഞാൻ അക്രമം കാണിച്ചിരിക്കുന്നു. വ അസ്ലംതു മാ സുലൈമാൻ, സുലൈമാൻ നബിയോടൊപ്പം ഞാനിതാ, മാ സുലൈമാൻ ലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്ലംതു ലില്ലാഹി റബ്ബിൽ ആലമീൻ, ലോകരക്ഷിതാവായ റബ്ബിനിക്ക് ഞാൻ കീഴ്പ്പെട്ടിരിക്കുന്നു. അതാണ് പറഞ്ഞത്. ഇന്നഹു സർഹും മുമറദുൻ മിൻ ഖവാരീറ ഖാലത്ത് റബ്ബി ഇന്നി ളലംതു നഫ്സി വഅസ്ലംതു മഅ സുലൈമാൻ ലില്ലാഹി റബ്ബിൽ ആലമീൻ. അപ്പോൾ ഇത് എത്ര സാഹചര്യത്തിലെത്തി, അവസാനം രാജ്ഞി മുസ്ലിമായി. അങ്ങനെ പിന്നെ സുലൈമാൻ നബിയുടെ അടുത്ത് പിന്നീട് ജീവിതകാലങ്ങൾ കഴിച്ചു കൂട്ടുന്ന ചരിത്രങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് പിന്നീട് പഠിക്കാം. ഏതായാലും ഇത്രയും ഭാഗങ്ങൾ നോക്കുക. അത് അതിൻ്റെ കൂടെ തന്നെ വഹാദ നബിയുല്ലാഹി സുലൈമാൻ, ഇതാണ് സുലൈമാൻ നബി. വഖദ് റഅയ്തു മവാഖിഫഹു ഫിദ്ദഅവതി ഇലല്ലാഹ് വഇലത് തൗഹീദ്, അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ, ഫിദ്ദഅവതി ഇലല്ലാഹ്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ക്ഷണിക്കുന്നതിലുള്ള, വഇലത് തൗഹീദ്, ഏകത്വത്തിലേക്കും അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്കും ക്ഷണിക്കുന്നതിൽ അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ നിങ്ങൾ കണ്ടു കഴിഞ്ഞു. വഹിക്മത്തു, അദ്ദേഹത്തിൻ്റെ ബുദ്ധികൂർമ്മതയും സാഹചര്യത്തിലൂടെ ഇസ്ലാമിലേക്ക് കൊണ്ടുവരികയാണ്. വഫിഖ്ഹു, അദ്ദേഹത്തിൻ്റെ അറിവും, ഫിഖ് എന്ന് പറഞ്ഞാൽ മനസ്സിലുള്ളത്, മനപ്പാടമുള്ളത്, അറിവ് എന്നൊക്കെ അർത്ഥം. വഗൈറത്തുഹു, തൻ്റെ അമിതമായ താല്പര്യവും, അലാ ദീനിഹി, തൻ്റെ ദീനിനോടുള്ള, അതായത് ഇസ്ലാമിനോടുള്ള ആ താല്പര്യവും, വഅഖീദത്തിഹി, തൻ്റെ വിശ്വാസത്തോടും തൻ്റെ ഇസ്ലാമിനോടുമുള്ള ആ അമിതമായ താല്പര്യമൊക്കെ നിങ്ങൾ കണ്ടു കഴിഞ്ഞു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയും ഭാഗങ്ങൾ പരിശുദ്ധ ഖുർആനിലെ ആയത്തുകളൊക്കെയാണ്. അപ്പോൾ ആയത്തുകൾ നല്ല ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ തന്നെ പദങ്ങളൊക്കെ ഒന്ന് എഴുതി വെക്കട്ടെ. അസ്സലാമു അലൈക്കും.